Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ചിത്രദുർഗ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. കർണാടക സംസ്ഥാനത്തുള്ള ഒരു പട്ടണമാണ് ചിത്രദുർഗ. ആ സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചത്. 5 killed, 5 പേർ കൊല്ലപ്പെട്ടു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഒരു എഴുതാത്ത വേർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: 5 were killed, 5 പേർ കൊല്ലപ്പെട്ടു. ഇൻ ഹെഡ് ഓൺ കൊളിഷൻ. കൊളിഷൻ എന്നാൽ കൂട്ടിമുട്ടൽ എന്നുള്ള അർത്ഥമാണ്. ഹെഡ് ഓൺ കൊളിഷൻ എന്നാൽ സാധാരണയായിട്ട് 2 വാഹനങ്ങൾ മുഖാമുഖം കൂട്ടിയിടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹെഡ് ഓൺ കൊളിഷൻ എന്നാൽ മുഖാമുഖം കൂട്ടിയിടിക്കുക, നേർക്കുനേറുള്ള കൂട്ടിയിടി, ഇതൊക്കെയാണ് അർത്ഥം. ഹെഡ് ഓൺ കൊളിഷൻ. 5 were killed in head on collision. നേർക്കുനേർ ഉള്ള കൂട്ടിമുട്ടലിൽ, മുഖാമുഖമുള്ള കൂട്ടിമുട്ടലിൽ 5 പേർ കൊല്ലപ്പെട്ടു. ബിറ്റ്വീൻ കാർ ആൻഡ് ലോറി. കാറും ലോറിയുമാണ് മുഖാമുഖം കൂട്ടിയിടിച്ചത്. അതിലാണ് ഈ 5 ആളുകൾ കൊല്ലപ്പെട്ടത്. ഇവയിലുള്ള ചിത്രദുർഗ ഈ സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചത്. ബിറ്റ്വീൻ എന്നാൽ ഇടയിൽ എന്നുള്ള അർത്ഥമാണ്. ഈ 2 വാഹനങ്ങൾക്കിടയിലുള്ള കൂട്ടിമുട്ടൽ, അതിലാണ് 5 പേർ മരണപ്പെട്ടത്. 5 people were killed. 5 ആളുകൾ കൊല്ലപ്പെട്ടു. ഇൻ എ ഹെഡ് ഓൺ കൊളിഷൻ, ഒരു നേർക്കുനേർ ഉള്ള കൂട്ടിമുട്ടലിൽ. ബിറ്റ്വീൻ എ കാർ ആൻഡ് എ ലോറി, ഒരു ലോറിയും കാറും തമ്മിലുള്ള കൂട്ടിമുട്ടലിൽ, മുഖാമുഖമുള്ള കൂട്ടിമുട്ടലിൽ 5 ആളുകൾ കൊല്ലപ്പെട്ടു. ഓൺ ദി ഔട്ട്സ്കേർട്സ്. ഔട്ട്സ്കേർട്സ് എന്നാൽ പരിസരം, പ്രാന്തപ്രദേശം, ഇതൊക്കെയാണ് അർത്ഥം. അതിർത്തി. ഓൺ ദി ഔട്ട്സ്കേർട്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടർ ടൗൺ ഓഫ് ചിത്രദുർഗ ഓൺ സൺഡേ. ചിത്രദുർഗയിൽ ഞായറാഴ്ച ദിവസമാണ് ഈ അപകടം സംഭവിച്ചത്. ഈ പറഞ്ഞിട്ടുള്ള ജില്ലക്കടുത്തുള്ള ഇതിൻ്റെ അതിർത്തിക്ക് വെച്ച്, ഈ പരിസര പ്രദേശത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചത്. മാർച്ച് 9. ദ മിസ്ഹാപ്പ്. മിസ്ഹാപ്പ് എന്നാൽ അപകടം എന്നാണ് അർത്ഥം. ദ മിസ്ഹാപ്പ്, ഈ അപകടം ഒക്കേർഡ്, സംഭവിച്ചത് അറ്റ് സിബാർ വില്ലേജ് ഇൻ ചിത്രദുർഗ താലൂക്ക്. ചിത്രദുർഗ താലൂക്കിലെ ഈ സിബർ വില്ലേജിലാണ് ഈ അപകടം സംഭവിച്ചത്. ദ ഡിസീസ്ഡ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. മരിച്ച ആളുകളെ തിരിച്ചറിഞ്ഞു. ആസ് റിട്ടയേർഡ് BMTC എംപ്ലോയി ശാന്തമൂർത്തി 60. വിരമിച്ചിട്ടുള്ള ഈ BMTC എംപ്ലോയിയിൽ നിന്നും വിരമിച്ചിട്ടുള്ള ശാന്തമൂർത്തി 60 വയസ്സ്. രുദ്രസ്വാമി 52, 52 വയസ്സ്. ഫ്രം വിദ്യാരൻപുര, ഈ പേരുള്ള ഈ സ്ഥലത്ത് നിന്നുള്ള ആളുകളാണ്. മല്ലികാർജുന 50 ആൻഡ് ചിദംബരച്ചാർ 60. ദ ഐഡൻറ്റിറ്റി ഓഫ് ദ 5th victim ഈസ് യെറ്റ് ടു ബി കൺഫേംഡ്. ഈ മരണപ്പെട്ടിട്ടുള്ള 4 ആളുകളെ തിരിച്ചറിഞ്ഞു. മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ പ്രായത്തിലുള്ള ആളുകളാണ് മരണപ്പെട്ടത്. ദി ഐഡൻറ്റിറ്റി ഓഫ് ദ 5th victim ഈസ് യെറ്റ് ടു ബി കൺഫേംഡ്. വിക്ടിം എന്നാൽ ഇര എന്നുള്ള അർത്ഥമാണ്. മരണപ്പെട്ടിട്ടുള്ള വ്യക്തി. 5th victim എന്നാൽ 5ാമത്തെ ഇര, മരണപ്പെട്ടിട്ടുള്ള വ്യക്തി. യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് യെറ്റ് ഉപയോഗിക്കുക. കൺഫേം എന്നാൽ സ്ഥിരീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഈ മരണപ്പെട്ടിട്ടുള്ള 5ാമത്തെ ഇരയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ വ്യക്തി ആരാണ് എന്ന് ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഓൾ ദ വിക്ടിംസ്, എല്ലാ ഇരകളും, ഈ മരണപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും. ഓൾ ദ വിക്ടിംസ് were reportedly from Bengaluru and were returning after visiting the Banashangari Devi temple in Badami, Saudatti, Belgavi.
റിപ്പോർട്ട് പ്രകാരം ലഭിച്ചിട്ടുള്ള വിവരപ്രകാരം ഈ മരണപ്പെട്ടിട്ടുള്ള എല്ലാ ഇരകളും ബാംഗ്ലൂരുവിൽ നിന്നും ഉള്ളവരാണ്. ആൻഡ് വേർ റിട്ടേണിംഗ് തിരിച്ചു വരികയായിരുന്നു. ആഫ്റ്റർ വിസിറ്റിംഗ് സന്ദർശിച്ചതിന് ശേഷം ദ ബനശങ്കരി ദേവി ടെമ്പിൾ ഇൻ ബദാമി സൗദത്തി ബെൽഗാവി ഈ പേരുള്ള ഈ ക്ഷേത്രങ്ങൾ ഈ സ്ഥലത്തുള്ള ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം അവർ തിരിച്ചു വരികയായിരുന്നു. ഈ മരണപ്പെട്ടിട്ടുള്ള എല്ലാ ഇരകളും ബാംഗ്ലൂരുവിൽ നിന്നും ഉള്ളവരാണ്. ലഭിച്ച വിവരപ്രകാരമുള്ള വാർത്തയാണ്, അതാണ് അർത്ഥം. റിപ്പോർട്ടഡ്ലി കിട്ടിയ വിവരമനുസരിച്ച്. ദി ആക്സിഡൻറ്റ് ഒക്കേർഡ് ഈ അപകടം സംഭവിച്ചത് വെൻ എന്നാൽ ആ സമയത്ത് വെൻ എൻ ഇനോവ കാർ ഒരു ഇനോവ കാർ ട്രാവലിംഗ് ഫ്രം ബെൽഗാവി ടു ബാംഗ്ലൂരു ബെൽഗാവിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഇനോവ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. ഈ ഇനോവ ബെൽഗാവിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുകയായിരുന്ന കാറ് കൊളൈഡ് എന്നാൽ കൂട്ടിമുട്ടുക എന്നുള്ള അർത്ഥമാണ്. കൊളൈഡഡ് കൂട്ടിമുട്ടി വിത്ത് എ സ്റ്റേഷനറി ലോറി. സ്റ്റേഷനറി എന്നാൽ ചലിക്കാത്ത എന്നുള്ള അർത്ഥമാണ്. ഇവിടെ നിർത്തിയിട്ടിട്ടുള്ള ലോറി എന്നുള്ള അർത്ഥമാണ്. അവിടെ നിർത്തിയിട്ടിട്ടുള്ള ഒരു ലോറിയുമായിട്ട് വിത്ത് എ സ്റ്റേഷനറി ലോറി നിർത്തിയിട്ടിട്ടുള്ള ഒരു ലോറിയുമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇനോവ കാർ ഈ ലോറിയിൽ കൂട്ടിമുട്ടി. അങ്ങനെയാണ് ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. ദി ഇമ്പാക്റ്റ് എന്നാൽ അനന്തരഫലം എന്നുള്ള അർത്ഥമാണ്. ഈ കൂട്ടിമുട്ടലിൻ്റെ അനന്തരഫലം ഈ അപകടത്തിൻ്റെ അനന്തരഫലം വാസ് സോ സിവിയർ എന്നാൽ കടുത്ത എന്നുള്ള അർത്ഥമാണ്. വളരെ ഗൗരവപരമായ അസഹനീയമായ ഇതൊക്കെയാണ് അർത്ഥം. വളരെ രൂക്ഷമായിട്ടുള്ള തീവ്രമായിട്ടുള്ള അനന്തരഫലമാണ് ഇതുകൊണ്ട് ഉണ്ടായത്. ദാറ്റ് എത്രമാത്രമാണത്? ദ കാർ വാസ് കംപ്ലീറ്റ്ലി ക്രഷ് എന്നാൽ തകരുക, ഞെരുങ്ങുക ഇതൊക്കെയാണ് അർത്ഥം. കംപ്ലീറ്റ്ലി എന്നാൽ മുഴുവനായും. ആ കാർ മുഴുവനായും തകർന്നു പോയി. അത്രമാത്രമായിരുന്നു ആ കൂട്ടിമുട്ടലിൻ്റെ അനന്തരഫലം. അത്രത്തോളം ആയി, അതായത് അത്രമാത്രം ഗുരുതരമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള കൂട്ടിയിടിയായിരുന്നു. കില്ലിംഗ് കൊലപ്പെടുത്തുന്നു. 5 ഓക്യുപ്പൻ്റ് എന്നാൽ അർത്ഥം ആദിവാസി, കൈവശക്കാരൻ ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ വാഹനത്തിനുള്ളിൽ ഉള്ളയാൾ എന്നുള്ള അർത്ഥമാണ്. വാഹനത്തിൽ ഉള്ളയാൾ എന്നാണ് അർത്ഥം. ഇവിടെ ഓക്യുപ്പൻസ് വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ. 5 ഓക്യുപ്പൻസ് 5 വാഹനത്തിലുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നു. ഇൻസ്റ്റൻ്റ്ലി എന്നാൽ ഞൊടിഞ്ഞിടയിൽ എന്നുള്ള അർത്ഥമാണ്. ഉടനെ തന്നെ, അപ്പോൾ തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന 5 ആളുകളെ കൊലപ്പെടുത്തി. ആ വാഹനം പൂർണ്ണമായും തകർന്നു പോയി. അത്രമാത്രം ആയിരുന്നു ആ കൂട്ടിമുട്ടലിൻ്റെ അനന്തരഫലം. അത്രമാത്രം തീവ്രമായിരുന്നു അത്. അനദർ പാസഞ്ചർ മറ്റൊരു യാത്രക്കാരൻ സസ്റ്റൈൻഡ് സീരിയസ് ഇഞ്ചറീസ് മറ്റൊരു യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ആൻഡ് ഈസ് അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലാണ്. മറ്റൊരു യാത്രക്കാരന് ഗുരുതരമായിട്ട് പരിക്കുകളേറ്റു. അദ്ദേഹം ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അക്കോർഡിംഗ് ടു റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം, ലഭിച്ച വിവരങ്ങൾ പ്രകാരം, ദ ലോറി വാസ് പാർക്ക്ഡ് ഓൺ ദ റോഡ് സൈഡ്. ആ ലോറി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ ലോറി റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന വാഹനമായിരുന്നു. ആ സമയത്ത് ആ ലോറി അവിടെ ഇരിക്കെ ദ സ്പീഡിംഗ് കാർ വേഗതയിൽ വരികയായിരുന്ന കാറ് നഷ്ടപ്പെട്ടു കൺട്രോൾ. ആ കാറിന് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആൻഡ് റാം ഇൻ ടു എന്നാൽ ഇടിച്ചു കയറുക എന്നുള്ള അർത്ഥമാണ്. ഇടിച്ചു കയറി അതിലേക്ക്, ആ റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന ലോറിയിലേക്ക് ആ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ചു കയറി. ആ ലോറി റോഡ് സൈഡിൽ നിർത്തിയിരിക്കുകയായിരുന്നു, പാർക്ക്
ചെയ്ത ലോറിയായിരുന്നു. ആ ലോറിയിലേക്ക് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട വേഗതയിൽ വരികയായിരുന്ന കാറ് ഇടിച്ചു കയറി. ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാർത്തയാണിത്. അതാണ് അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ്.